ഇലക്ഷൻ എന്നാ തമിഴ്നാട്ടില്? മെയില്. ഞാൻ ഇന്നൊരു യാത്രയായിട്ട് വന്നത് കുറച്ച് അന്വേഷിച്ച് നടന്ന് രാവിലെ ക്ഷീണമാണ്. ഒരു കുപ്പി വെള്ളവും കൊണ്ടൊക്കെ യാത്ര തിരിച്ചതാണ്. അന്വേഷിച്ച് നിങ്ങൾ വന്നിരിക്കുന്നതോ മാമ? ആരന്വേഷിച്ച്? മാമ, ഞാൻ അന്വേഷിച്ച് വന്നത് എനിക്കൊരു മോളുണ്ട്. നിങ്ങളോട് ഞാൻ പറയണത്, ഇന്നത്തെ സ്വർണ്ണ വില എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? പറയും. ഇന്നത്തെ പെൺപിള്ളേരെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? 1,00,000 രൂപ ഒരു പവന്. പണിക്കൂലി ആര് കൊടുക്കും? ചെക്കൻ വീട്ടുകാരൊന്നും കൊടുക്കോ? ഇല്ല. പണിക്കൂലി ചെക്കൻ വീട്ടുകാർ കൊടുക്കോ? ഇല്ല. നമ്മൾ എന്നെ കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ എൻ്റെ മോക്ക് സ്ത്രീധനം ആഗ്രഹിക്കാതെ ചെറുക്കനെ അന്വേഷിച്ചാണ് രാവിലെ ഇറങ്ങിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് മാമ? നല്ല അഭിപ്രായമാണോ? നിങ്ങൾ പറയും. നിങ്ങളുടെ ഇതിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? പെണ്ണും എല്ലായിടും ഉണ്ടോ മാമ? കുറവ് തന്നെ. പിന്നെ അത് അപ്പുറം സൈഡിലൊക്കെ നിൽക്കുന്ന പിള്ളേരാ, ബസ്സുകാരാ. ഭർത്താവിൻ്റെ അടുത്ത് ചോദിക്കണമല്ലേ? അപ്പൊ കേരളത്തിൽ ആൺപിള്ളേർക്ക് പെൺപിള്ളേരും ഇല്ല, പെൺപിള്ളേർക്ക് ആൺപിള്ളേരുണ്ട്. ഇവിടെ ഇല്ല അല്ലേ? ആൺപിള്ളേരുണ്ട് ഇവിടെ? ആൺപിള്ളേരും കുറവ്. അപ്പൊ എന്റെ മോക്ക് നിസ്സാരം പറഞ്ഞ ആൺപിള്ളേരില്ലെന്നർത്ഥം? ഇല്ല. നിങ്ങൾ അറിവിലുണ്ടാ? ഇല്ല. ആൺപിള്ളേരും ഇല്ല. ഇപ്പൊ സ്വർണത്തിനൊക്കെ വില സ്ത്രീകളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. എങ്ങനെയാ? സ്വർണത്തിനൊക്കെ വില കൂടുതലല്ലേ? 1,00,000 വെളിയിൽ കഴിഞ്ഞ സ്വർണത്തിന്. നമ്മള് പെണ്ണുങ്ങൾ ഇനി സ്വർണ്ണം ഇടണ്ടേ? ഇടണ്ട. എനിക്കൊരു മോളുണ്ട്. മോളെ കെട്ടിച്ചു കൊടുക്കാൻ കരുതി ഇപ്പം സ്വർണ്ണം ഇല്ലാത്തോണ്ട് അങ്ങനെ എന്ത് പറയാനാണ്, കല്യാണം നടത്തണ്ടേന്ന് അങ്ങ് ആകെപ്പാടെ കൺഫ്യൂഷൻ. അപ്പൊ ഞാനിന്ന് ഇറങ്ങി തിരിച്ചത് സ്ത്രീ തന്നെ ധനം എന്ന് പറയുന്ന ചെറുക്കനെ കണ്ടുപിടിക്കാനാണ്. അതായത് സ്ത്രീയാണ് ധനം, സ്വർണ്ണം ഒന്നും വേണ്ട. സ്വർണ്ണം വാങ്ങിക്കാൻ പോയാൽ പണിക്കൂലി ആര് കൊടുക്കും? ചെക്കൻ വീട്ടുകാർ കൊടുക്കുവോ? നിങ്ങൾ പറയും. ആരും കൊടുക്കൂല. അപ്പൊ എന്തു പറയാ, ലക്ഷങ്ങൾ ആര് തരുമോ? നിങ്ങൾ തരുമോ? ഇപ്പൊ ബ്രോക്കർ ഫീസ് കൊടുത്ത് മരിച്ചു കേട്ടോ. അത്രമാത്രം ബ്രോക്കർ ഫീസ് കൊടുക്കും. ബ്രോക്കർ ഫീസ് വേണ്ടല്ല, പിള്ളേരെ നോക്കി അവരെ സെലക്ട് ചെയ്ത് പറ്റും. പക്ഷെ എന്റെ മോൾ അങ്ങനെയല്ല കേട്ടോ, പാവമാണ്, എന്നെ പോലെയാണ്. എല്ലാ പിള്ളേരും കുറച്ച് പിള്ളേരെ പറയണുള്ളൂ അല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു ബ്രോക്കർ ഫീസ് ഇല്ലാണ്ട് നമ്മൾ കേരളത്തിലൊക്കെ അന്വേഷിച്ചിട്ട് ചെക്കന്മാരെ കിട്ടായില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് തമിഴ്നാട്ടിലോട്ട് വെച്ച് പിടിച്ചു. ഉള്ള കാര്യം പറയാലോ, അതാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പം ആൺപിള്ളേരുണ്ടോ? ഇല്ല. നിങ്ങൾക്കെല്ലാം ഉള്ളത് നമുക്കെല്ലാം ഉള്ളത് പെൺകുട്ടികളാണ് അല്ലേ? അപ്പൊ അവിടെയും തേഞ്ഞ്. പിന്നെ എനിക്ക് എന്റെ മോക്ക് സ്ത്രീധനായിട്ട് കൊടുക്കാനുള്ളത് സ്വർണ്ണമൊന്നുമില്ല മാമ. ഉള്ള സത്യം പറയാം, സ്വർണ്ണമൊന്നുമില്ല. എനിക്ക് 2-3 ചാനലുണ്ട്, അതങ്ങ് ഞാൻ എഴുതി കൊടുക്കും. മീൻ വളർത്തിയെങ്കിലും അവർ ജീവിച്ചോളാം. ആ ചാനലല്ല യൂട്യൂബ്, ഫേസ്ബുക്ക്, ഞാൻ ആ ചാനലിന്റെ കാര്യമാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്നത് മീൻ വാർത്ത ചാനൽ എഴുതി കൊടുത്തോളാം എന്ന് പറഞ്ഞ നിങ്ങൾ വിചാരിച്ച ചാനൽ എന്ന് വിചാരിച്ചപ്പോ അതാണല്ലേ? ആ ചാനലല്ല. അപ്പൊ എന്താണ് അഭിപ്രായം? സ്വർണത്തിന് പകരം ഞാനിപ്പോ ചാനൽ കൊടുക്കാന്ന് പറഞ്ഞ് ഒരു ചെക്കനെ കിട്ടും എന്റെ മോക്ക്? അങ്ങനെ ഇപ്പൊ കിട്ടൂല. അങ്ങനെ കിട്ടൂലല്ലേ? സ്വർണത്തിന് സ്വർണം തന്നെ വേണം അല്ലേ? അപ്പൊ സ്ത്രീകള്, നിങ്ങള് ഇപ്പൊ ഞാനും ഒരു സ്ത്രീയാണ്. സ്വർണ്ണ വില കൂടിയത് കൊണ്ട് നിങ്ങൾ എന്ത് പറയാനാണ് ഉള്ളത്? വില കൂടിയത് കൊണ്ട് നമുക്ക് സങ്കടമാണോ സന്തോഷമാണോ? എന്താണ്? സങ്കടമുണ്ട് അല്ലേ? സ്വർണത്തിന് വില കൂടിയപ്പോ അല്ലേ? സങ്കടമുണ്ട്. ഇടാനും പറ്റൂല, പിള്ളേർ അയക്കാനും പറ്റൂല. അപ്പൊ ബസ് വന്ന് അവരെല്ലാരും പോവുകയാണ്. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ സ്ത്രീകളെല്ലാം ബസ്സിൽ കയറി. ഈ ബസ്സിന് ടിക്കറ്റ് എടുക്കണ്ടല്ലോ ഇവർക്ക്. സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കണ്ട കേട്ടോ. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ടിക്കറ്റ് എടുത്തില്ലല്ലോ, ഫ്രീ ആയിട്ടല്ലേ വന്നത്. എവിടെ പോയാലും ഇപ്പൊ പുരുഷന്മാർക്ക് ആണ് ആനുകൂല്യം കൂടുതൽ കേട്ടോ. നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാമല്ലോ, നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട.